പി ഡി സതീശൻ സർക്കാർ ഇന്ന് അധികാരമേറ്റു. വലിയ പോസിറ്റീവായിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ, ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ ആദ്യ ക്യാബിനറ്റിന് ശേഷം ഇന്ന് വന്നു. അതിൻ്റെ വിവരങ്ങളൊക്കെ വിശേഷങ്ങളും ഒക്കെ പറയുകയായിരുന്നു രണ്ട് ന്യൂസ് ഡയറക്ടർമാരും. രണ്ടുപേരും തിരുവനന്തപുരത്തായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്നോടൊപ്പം വിശകലനത്തിനായി ചേരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞ മുറയ്ക്ക് ഞാനും ഇങ്ങനെ വിചാരിക്കായിരുന്നു, ഇതിപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇന്ന് ഇത് ഒരു ചടങ്ങിനെ, ഒരു സർക്കാരിൻ്റെ ആദ്യ ദിനത്തെ ഏറ്റവും നന്നായി എങ്ങനെയൊക്കെ ഏതൊക്കെ കോണിലൂടെ കാണാം എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും അതിനെ അങ്ങേയറ്റം പോസിറ്റീവായി കാണുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് തന്നെ നടന്ന ഒരു ചടങ്ങായി ഞാനതിനെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറയുകയും ചെയ്തത്, സദസ്സും വേദിയും ഒക്കെ വളരെ പോസിറ്റീവായിരുന്നു, അതൊരു തുടക്കമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഭംഗിയായി അതിനെ കാണുമ്പോഴാണ് ആദ്യ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം തന്നെ ഞാനിന്ന് പോസിറ്റീവ് ആയിരുന്നില്ലേ എന്ന തലത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കണ്ടതല്ലേ സത്യപ്രതിജ്ഞാ ചടങ്ങ്, ആ വേദി നിങ്ങൾ കണ്ടതല്ലേ, അത് വളരെ പോസിറ്റീവല്ലേ, ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് അതേക്കുറിച്ച് വാർത്ത എഴുതുകയും കൊടുക്കേണ്ടതും ചെയ്യുന്നു പറഞ്ഞ ഘട്ടത്തിലാണ് എനിക്കത് തോന്നുന്നത്. അപ്പോൾ ഇത് നടന്നത് ഒരർത്ഥത്തിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലും അതിനു മുമ്പും ഒക്കെയായി വി ഡി സതീശൻ എന്നുള്ള ഒരു അനിഷേധ്യനായ ഒരു നേതാവിനെ അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാലങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊരു ഇമേജ് ബിൽഡിംഗ് എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം അതിനെ വളരെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ മറന്നുവെച്ച ചില നിലപാടുകളൊക്കെ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു വി ഡി സതീശനെ നമ്മൾ കാണുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതേ മുഖ്യമന്ത്രിയുടെ തുടർച്ച, ആ ഇമേജ് ബിൽഡിംഗ് വളരെ പോസിറ്റീവായിട്ട്, പോസിറ്റീവിൽ അല്പം മധുരം എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം വേദിയിലും സദസ്സിലും ഒക്കെ കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിലും അത് നൽകുകയുണ്ടായി. അപ്പോഴും വാക്കുപാലിക്കുന്ന നിലപാടുകളുടെ രാജകുമാരമെന്ന് ഇന്ന് വന്ന് കണ്ട എല്ലാ ജനങ്ങളും പല ബൈറ്റുകളിലേക്ക് നമ്മളോട് പറയുകയുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും വാക്കുപാലിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമല്ലാത്ത കാര്യമായി തോന്നുകയാണ്. കൂട്ടാൻ വേണ്ടി കൂട്ടി എന്ന നിലയ്ക്കൊക്കെ നമുക്കതിനെ കണ്ടാൽ പോരെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 3000 രൂപയാണ് ആശമാരുടെ ഓണറേറിയം കൂട്ടിയിരിക്കുന്നത്. ആ ഓണറേറിയം കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ഒട്ടും ചെറിയ കാര്യമല്ല, ആശമാരെ സംബന്ധിച്ചും വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ആശമാർക്ക് മാത്രം അത്തരം ഒരു പരിഗണന എന്നുള്ളതാണ്. അപ്പോഴും 1000 രൂപ മാത്രം കൂട്ടിയ പ്രീ പ്രൈമറി ടീച്ചർമാരും അങ്കണവാടി ഹെൽപ്പേഴ്സും പാചക തൊഴിലാളിയും ഒക്കെ ഇവരൊക്കെ സ്കീം വർക്കേഴ്സിൽ വരുന്നവരാണ്. കഴിഞ്ഞ സർക്കാർ ഇവർക്കൊക്കെ ഒരേപോലെയുള്ള പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആ ഘട്ടത്തിൽ പ്രതിപക്ഷത്ത് നിന്ന് ഇതിൻ്റെ വിമർശനങ്ങളും വരുന്നുണ്ട്. എന്തായാലും വാക്കുപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾക്ക് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇന്ന് നിൽക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഈ പോസിറ്റീവ് ഓറ ഒന്ന് മാറിക്കഴിയുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ചോദിച്ചു തുടങ്ങുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് 21,000 രൂപ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കും. ഓണറേറിയമായി 21,000 രൂപ എന്ന് വെച്ചാൽ ഒരു ദിവസം 700 രൂപ ആശമാരുടെ ഓണറേറിയം വേതനമാക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന്നുണ്ടായില്ല എന്നുള്ളതാണ്. അത് 3000 രൂപ മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തിഗതമായ എൻ്റെ ഒരു വിമർശനം എന്ന നിലയ്ക്ക് ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പോലെ ഒന്നായി എന്നുള്ളതാണ്. പക്ഷെ നമ്മളതിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ മറ്റു സർക്കാർ എന്തോ അനീതി ചെയ്തു എന്ന നിലയ്ക്ക് സംസാരിക്കുകയും വേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ചരിത്രം തന്നെ അങ്ങനെയാണ്. 2007 നമ്മുടെ സംസ്ഥാനത്ത് ആശമാർ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് BS സർക്കാരാണ് 500 രൂപ മാത്രമേ ഓണറേറിയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ വലിയ സമരത്തിലായിരുന്നു ആശമാരുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി 500 രൂപ പിന്നീട് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ 500-ൽ നിന്നാണ് ആദ്യ പിണറായി സർക്കാർ വരുമ്പോൾ ഒരു KK ശൈലജ ടീച്ചർ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അത് ഔദ്യോഗികമായിട്ടുള്ളതായിരുന്നു. അത് 2019 ജൂലൈ 8 അന്ന് അവരിട്ടിരിക്കുന്നത് 4500 രൂപയായി ഈ സർക്കാർ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റ് ഇൻസെൻറ്റീവ് അടക്കം അവർക്ക് ഒരു മാസം 8500-ഓളം രൂപ ലഭിക്കും എന്നുള്ളതായിരുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ അന്ന് ശൈലജ ടീച്ചർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4500 മാത്രമല്ല, പിന്നെ രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് മുഴുവനായും 7000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അങ്ങനെയാണ് 9000 രൂപ എന്നുള്ളത്. അതായത് 2 കാലയളവിനടുക്ക് 7000 രൂപ ഇവരുടെ ഓണറേറിയം വർധനവായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവർ 21,000 രൂപയാക്കും എന്നുള്ളത് അവരുടെ സമരപ്പന്തലിൽ പോലും പോയി പറഞ്ഞ് അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നത്. എല്ലാവരും ഉറ്റുനോക്കിയത് തന്നെയായിരുന്നു 21,000 രൂപ ആക്കുമോ എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രായോഗിക വശം കൂടെ പരിശോധിക്കണമായിരുന്നു. കാരണം നേരത്തെ തന്നെ അദ്ദേഹം വാഹന മോഡിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം
അത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത്. അതായത് എത്ര കണ്ടത് നടപ്പാക്കാനാവും എന്നും അറിയില്ല. ഇപ്പോഴും 21,000 രൂപ അദ്ദേഹത്തിന് ഓണറേറിയം എന്ന നിലക്ക് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് ചില പ്രശ്നങ്ങൾ അവിടെ വരില്ലേ എന്നുള്ളൊരു സംശയമാണ് എനിക്കുണ്ടാവുന്നത്. കാരണം ഏറെക്കുറെ ഒരു ലാസ്റ്റ് ഗ്രേഡ് സ്വീപ്പിംഗ് ജോലിയുടെയൊക്കെ ഒരു ശമ്പളമായി തന്നെ 21,000 രൂപ എന്നുള്ള നിലക്കൊക്കെ വരും. ആ ഘട്ടം വരുമ്പോൾ തീർച്ചയായും ഇവിടെയുള്ള പല പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു പൊതുതാൽപര്യ ഹർജി എന്ന നിലക്കോ അല്ലാതെയോ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്കീം വർക്ക് എന്ന നിലയിൽ നിന്നും മാറി ഒരു സ്കിൽഡ് വർക്കറിൻ്റെ പരിധിയിലേക്കൊക്കെ വരുമ്പോൾ ഇത് സാധാരണഗതിയിൽ വലിയ ഇതിനിപ്പോൾ നിയമനത്തിനൊരു യോഗ്യതയൊന്നും നിലവിലില്ല. ഇതിപ്പോൾ ഒരു വാർഡിൽ ഒരു ആശാ വർക്കർ എന്ന നിലയിൽ അവിടുത്തെ ഒരു മെമ്പർ ഇന്നയാളെ പരിഗണിക്കുന്നു, അവർ വരുന്നു, ജോലിയെടുക്കുന്നു എന്നത് മാത്രമാണല്ലോ ഉള്ളത്. അതിൽ തന്നെ അവർക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രേക്ഷകർക്കൊക്കെ അറിയുമായിരിക്കും എല്ലാ ആശാ വർക്കർമാരും എന്താണ് ചെയ്യുന്നതുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നിയമനത്തിന് മാനദണ്ഡങ്ങൾ വരും, അതിന് മറ്റു ചില യോഗ്യതകളൊക്കെ വേണ്ടി വരുന്ന ഒരു ഘട്ടം വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അന്തർലീനമായിട്ടുണ്ട്. അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇത് ആവർത്തിക്കുന്നതിൻ്റെ പിന്നിലെ പ്രായോഗികത ഓർക്കുന്നില്ലേ എന്നുള്ളതാണ്. സത്യത്തിൽ ധനവകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം പ്രായോഗികതകളും ഇത്തരം പ്രശ്നങ്ങളും അദ്ദേഹം മുന്നിൽ കാണുന്നില്ലേ എന്നുള്ളത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി തുടർന്ന് വരുന്ന കാര്യം ഈ സർക്കാരിലും ഏറ്റവും പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന നിലയ്ക്ക് വന്ന് ഇന്നൊരു 3,000 രൂപ കൂടി കൊടുക്കുമ്പോൾ ആളുകൾ ആ നിലയ്ക്ക് പോസിറ്റീവായി ഭയങ്കര വൈബായി തന്നെ അതിനെ കാണുമ്പോൾ പോലും ചില വിമർശനങ്ങൾ വരികയാണ്. അതിപ്പോൾ ഇന്ന് KN ബാലഗോപാലിൻ്റെ പോസ്റ്റിലൂടെ നമ്മളത് കാണുകയും ചെയ്യുന്നു. അദ്ദേഹം അത് വിവരിച്ചിട്ടുമുണ്ടായിരുന്നു. മറ്റൊന്ന് ഈ പറയുന്നത് പോലെ KSRTC-ൻ്റെ സനീഷേട്ടൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു വലിയ ആവലാതിയുണ്ട് ആ കാര്യത്തിൽ എന്നുള്ളത്. അതിപ്പോൾ സ്വകാര്യ ബസ്സുകാരും ആ ആവലാതിയുമായി മുന്നോട്ട് വന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ചിലവില്ലാതെ ചിരി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ വലിയ 2016-ലൊക്കെ വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ KSRTC എന്നുള്ളത്. അത് ആനവണ്ടി കട്ടപ്പുറത്ത് എന്ന് മാത്രം കേട്ട് ശീലിച്ചിരുന്ന ഒരു തലമുറയാണ് ഞങ്ങളുടേതൊക്കെ. ആ ഘട്ടത്തിൽ നിന്ന് ഒരു സർക്കാർ ഒഴിയുമ്പോൾ അപ്പോഴും സഞ്ചിത നഷ്ടം കൂടുതൽ തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അപ്പോഴും വലിയ തുക അങ്ങോട്ട് പ്രതിമാസവും അല്ലാതെയും കൊടുത്തുകൊണ്ട് പക്ഷേ അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കി മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കി മാത്രം ഒരു സർക്കാർ പടിയിറങ്ങുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങോട്ടേക്ക് വീണ്ടും സൗജന്യ യാത്ര എന്നുള്ളത് വരുന്നു. ഇവരൊരു ഔദ്യോഗികമായി ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു KSRTC തന്നെ ഒരു കണക്കെടുക്കുകയുണ്ടായി. അതിൽ തന്നെ ഒരു 40% സ്ത്രീ യാത്രക്കാരാണ്. അത് ചിലപ്പം 42 മുതൽ 52 എന്ന നിലക്കൊക്കെ ശതമാന കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വനിതകളാണ്. സൗജന്യമായി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി അത് കൂടും. ചിലപ്പോൾ ഒരു 60% വനിതകൾ തന്നെയാവും. അപ്പോൾ ഒരു 40% പുരുഷന്മാരുടെ ടിക്കറ്റിംഗ് വരുമാനം വെച്ചുകൊണ്ടാണ് ഇനി ഈ സംവിധാനം ഓടേണ്ടത്. അപ്പോൾ വീണ്ടും കട്ടപ്പുറത്താക്കുമോ എന്നുള്ളതനുസരിച്ച് വലിയ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീര് വീഴുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് ആശങ്കയോടെയാണ് ഞാനും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കണം. ഒരു 10 പേർക്കാണെങ്കിൽ 10 പേർ, 10 സ്ത്രീകൾ, ചിലപ്പോൾ അത്രയേറെ കഴിവില്ലാത്തതോ അല്ലെങ്കിൽ വലിയ യാത്രാ ബുദ്ധിമുട്ടുകൾ പക്ഷെ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. 10 പേരാണെങ്കിൽ 10 പേർ ഒരു സൗജന്യ യാത്ര നടത്തിക്കോട്ടെ എന്നുള്ള പക്ഷം തന്നെയാണ് എനിക്കും. പക്ഷേ ആ ഘട്ടത്തിലും മറ്റു പലരുടെയും ഇവർക്ക് ചിരി സമ്മാനിക്കുന്ന ഘട്ടത്തിൽ മറ്റു പലർക്കും അതൊരു കണ്ണീരായി മാറുമോ എന്നുള്ള ആശങ്ക ഈ ഘട്ടത്തിലുണ്ട്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ഈ മതേതര സമൂഹത്തിന്, മതേതര കേരളത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞ അത്രയേറെ ദൃഢനിശ്ചയത്തോടെ ഉള്ള ലീഗിനെതിരെയുള്ള അപവാദങ്ങളൊക്കെ ശക്തിയുക്തം പ്രതിരോധിച്ച ഒരു VD സതീശനെ നമുക്കറിയാം. അദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതിനോട് കൂടിയാണ്, ആ നിലപാടുകൾക്ക് കൂടിയാണ് നമ്മൾ വോട്ട് ചെയ്തത്, ജയിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോക് ഭവൻ നിഷ്കർഷിച്ച പോലെയല്ല ആ വേദി എന്തായാലും തയ്യാറായിട്ടുള്ളത്. നേരത്തെ തന്നെ ആ ലോക് ഭവന് അങ്ങനെയല്ല, ക്യാബിനറ്റും മുഖ്യമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രം അവിടെ മതി എന്നുള്ളതായിരുന്നല്ലോ. പക്ഷെ അതിൽ നിന്നും മാറി എല്ലാവരെയും ആ വേദിയിലേക്ക് എത്താൻ ഈ പറയുന്നത് പോലെ ഏറ്റവും പോസിറ്റീവായി ആലോചിക്കുന്ന ഒരു VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ ആശയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അത് സാധ്യമായത്. പക്ഷേ അവിടെ നമ്മുടെ രാജ്യത്തെ ബഹുസ്വരതയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാമെന്നും അങ്ങനെ തന്നെയാണ് തൻ്റെ മതേതര മനസ്സ് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും അദ്ദേഹം. പക്ഷേ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ അത് മറന്നുപോയോ എന്നുള്ളതാണ് ഒരു സംശയം. അതിൽ ആദ്യത്തെ നേരത്തെ തന്നെ സനീഷേട്ടൻ പറഞ്ഞതുപോലെ ആ 2 ഖണ്ഡിക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ തന്നെ പ്രകീർത്തിക്കുന്നതാണെങ്കിൽ മറ്റെല്ലാം ഒരു പെർട്ടിക്കുലർ
മതത്തിൻ്റെ ആരാധനകളെ കൂടെ പ്രകീർത്തിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ 5-6 ഖണ്ഡികകൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ അങ്ങനെയൊരു കീഴ്പ്പെടൽ കൂടി ഈ ഘട്ടത്തിൽ വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുടെ ഒരു തുടക്കമാണോ എന്നുപോലും ആശങ്കയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇത്രയും പോസിറ്റീവായ കാര്യങ്ങൾക്കിടയിൽ ഇങ്ങനെ കൂടെ വരുമോ എന്നുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അത്തരം ആശങ്കകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോ? ആദ്യം ഞാൻ ഹർഷൻ ചേട്ടനിലേക്ക് പോകുന്നു. അല്ല, അതിനകത്ത് ഒരു കാര്യം, നമ്മൾ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ദിനം ഈ മന്ത്രിസഭയുടെ ആദ്യ ദിനത്തെ കാണേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഈ കാര്യത്തിൽ ആരെയായിരിക്കും വി ഡി സതീശൻ ഇത്തരം സൗജന്യങ്ങൾ നൽകുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശ്വസിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചാൽ അത് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് എന്താണ്? ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാൻ വേണ്ട പണം ഖജനാവിലുണ്ട്, പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വിശ്വസിച്ച് മാത്രമേ തൽക്കാലം എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. കാരണം എന്താണ് ധനസ്ഥിതി എന്നത് സംബന്ധിച്ച് ഇനി സർക്കാർ പഠിക്കേണ്ടതുണ്ട്. അത് ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചിട്ട് വേണം ഇറക്കാൻ. അപ്പോൾ 21,000 രൂപയാണ് ആശാ വർക്കർമാർക്കുള്ള വാഗ്ദാനമെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ ആശാ സമരവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ വേറെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഒരു വാഗ്ദാനം പാലിച്ചു എന്നുള്ളത് തീർച്ചയായും ഈ സർക്കാർ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീർച്ചയായും ആ പ്രതീതി തന്നെയാണ് കൊടുക്കേണ്ടത്. ആ കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായി തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ 3,000 രൂപ എന്നത് ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നും ബാക്കി പഠിച്ചതിന് ശേഷം എന്നും തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സർക്കാരിന് എങ്ങനെ തന്നെ ചെയ്യാൻ കഴിയും? ഒരു രാഷ്ട്രീയ വേദിയിൽ, ഒരു സമരവേദിയിൽ നടത്തിയ ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തന്നെ വേണം വി ഡി സതീശൻ്റെ അന്നത്തെ 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ എന്നുള്ള പ്രഖ്യാപനത്തെ നമ്മൾ കാണാൻ. അതിനപ്പുറത്ത് അതിലേക്ക് ഘട്ടം ഘട്ടമായി അവർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നൊന്ന് ഇമേജ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഇമേജിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് ഉണ്ടാവണം. അതിൻ്റെ ഒരു പദ്ധതി തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ ഈ കാലത്ത് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. അപ്പോൾ പിണറായി വിജയൻ എങ്ങനെയുള്ള ആളായിരുന്നു? പിണറായി വിജയൻ മാധ്യമങ്ങളുമായി എന്നും കട്ടയ്ക്ക് പോരടിച്ച് നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. മാധ്യമങ്ങൾ ഒരു പ്രതിപത്തിയും പിണറായി വിജയനോട് കാട്ടിയിട്ടില്ല. ഒരു തരത്തിൽ പിണറായി വിജയന് പിന്നീട് അനുകൂല ഘടകമായ പല കാരണങ്ങളിലൊന്ന് എന്നത് മാധ്യമങ്ങളോടുള്ള പിണറായി വിജയൻ്റെ സമീപനമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു തരത്തിലും അടുപ്പിച്ചിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു വിമുഖത എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ ഇടപെടലുകളോട് കാണിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിനുള്ളിൽ പോലും മാധ്യമങ്ങൾക്ക് കയറാവുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ഇടത് സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി പിണറായി വിജയൻ ചെയ്തു. ആ സമയത്ത് എന്താണ് മാധ്യമങ്ങളോട് പൊതുവെ ഈ കാലത്ത് മാധ്യമങ്ങളോട് പൊതുവെ ഒരു മോശം സമീപനം പൊതുജനങ്ങൾക്ക് കൂടി ഉണ്ടാകുന്ന ഒരു കാലം കൂടി വരുമ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറുന്നത്. 10 വർഷം അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ വേറൊരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ തുടർച്ചയായി ഭരണതലത്തിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരാജയത്തെ ചിലപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകുമ്പോൾ ആ ശൈലി മാറ്റം സാധ്യമാകാത്തത് കൊണ്ടുള്ള ഒരു ഭരണമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷേ ആ ഇമേജ് ബിൽഡിംഗ് അത് തീർച്ചയായും വി ഡി സതീശനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വി ഡി സതീശൻ എല്ലായ്പ്പോഴും വളരെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് മാത്രം പെരുമാറുന്ന ഒരാളായി ഞാൻ കണ്ടിട്ടില്ല. 10-25 വർഷമായി നമ്മളും വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ജീവിതം അടുത്ത് നിന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് തുടർച്ചയായി ദേഷ്യപ്പെടുന്നതൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം ഈ പൊതുവെ കരുതുന്നത് പോലെ ഞാൻ ലളിത ജീവിതത്തിൻ്റെ ആളല്ല എന്ന് തന്നെ, അങ്ങനെ വല്ലാത്ത ലാളിത്യത്തിൻ്റെ ആളല്ല എന്ന് വി ഡി സതീശൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇപ്പോൾ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനൊക്കെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ വരുന്നത്. അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് പോയത്? ഏറ്റവും പുതുതലമുറക്കാരായ വോട്ടർമാർക്കാണ് അതിൻ്റെ ഒരു ആവേശം ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഏത് മാധ്യമങ്ങളിലൂടെയാണ് അത് ഏറ്റവും സജീവമായി വൈറലായത്? അത് സോഷ്യൽ മീഡിയ. സനീഷ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ആദ്യമായാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇത്ര സജീവമായ സാന്നിധ്യം തലസ്ഥാനത്തൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഓൺലൈൻ മീഡിയ സാധാരണ സിനിമാക്കാരെയൊക്കെ മാത്രം നമ്മൾ കാണുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന ആ എല്ലാ ഫീഡുകളിലും ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നെന്താണ്? വാഹന മോഡിഫിക്കേഷൻ. ഇന്നലത്തെ വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യത്തിന് ഉള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളും അടക്കം ഇന്ന് വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിനുള്ള ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവാം. മറ്റു കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതുമുണ്ട്. അത് ശ്യാമിലി പറഞ്ഞതുപോലെ, സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ KSRTCക്ക് ഇങ്ങനെ ഫണ്ട് അനുവദിക്കുന്നതുകൊണ്ട് KSRTC പ്രതിസന്ധിയിലാകുമോ എന്നുള്ള കാര്യം അത് വേറെ ആലോചിക്കേണ്ടതാണ്. അത് സംഭവിക്കുമെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്കതിനെ വിമർശിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, KSRTC
KCCയിൽ സൗജന്യ യാത്ര കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നു എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം ഈ സർക്കാർ ആദ്യഘട്ടം മുതൽ, അല്ലെങ്കിൽ VD സതീശൻ ആദ്യഘട്ടം മുതൽ ആഗ്രഹിച്ചിരുന്നതും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു പോയതുമായ ഒരു കാര്യം, ഞങ്ങളൊരു ഇടത് സർക്കാരായിരിക്കും, ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്നതൊക്കെയാണ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനമായി തന്നെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വാഗ്ദാനം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഇന്ദിര ഗ്യാരണ്ടിയിൽ. അത് വേറൊന്നുമല്ല, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എല്ലാ കുടുംബങ്ങൾക്കും. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്നുള്ള വാഗ്ദാനം പാലിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായാൽ എവിടെ നിന്നാണ് അതിന് പണം കണ്ടെത്തുക? ഇപ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെ ഈ മട്ടിൽ സജീവമായി ഗംഭീരമായി നിലനിർത്തുന്നതിന് ചെലവഴിക്കുന്ന തുക ഈ മട്ടിൽ വഴിമാറിപ്പോകുമോ? ഇൻഷുറൻസ് കമ്പനികൾ അത് കൊണ്ടുപോകുമോ? എന്തിനാണ് ഈ വിദേശ ഇൻഷുറൻസ് കമ്പനികൾ, അമേരിക്കൻ കമ്പനികളെല്ലാം വന്ന് ഇവിടുത്തെ ആശുപത്രികളിൽ ഈ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നിട്ട് ഈ കേരളത്തിലെ നമ്മൾക്ക് അറിയാവുന്ന പേരുകളിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. ഞാൻ സനിഷേട്ടിലും കൂടെ പോവുകയാണ്. അതായത് ഇപ്പോൾ ഹർഷൻ ചേട്ടൻ സൂചിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ അത് ദൂരവ്യാപകമായി ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരം ചർച്ചകൾ കൂടി നമ്മൾ ഇന്നത്തെ തുടക്കം എന്നുള്ളത് ശരി, ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട് എങ്കിൽ പോലും അത്തരം ചർച്ചകൾ കൂടി വഴിമരുന്നിടേണ്ട ഒരു ചർച്ചകൾക്ക് തുറന്നിടേണ്ട ഒരു സമയം തന്നെയല്ലേ ഇത്? ശ്യാമലി, ഇത് നിശ്ചയമായിട്ടും ആ ചർച്ചകൾക്ക് തുടക്കമായി കഴിഞ്ഞല്ലോ. കാരണം മന്ത്രി PA മുഹമ്മദ് റിയാസും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസും KN ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ ഇതേ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഈ പറഞ്ഞ ആശാവർക്കർമാർക്ക് നൽകിയ പണത്തിൻ്റെ തുക സംബന്ധിച്ചാണെങ്കിലും വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മൾ പക്ഷേ ഞാനേതായാലും ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ അതേക്കുറിച്ച് അധികം സംസാരിക്കാൻ ഒട്ടും തുനിയുന്നേയില്ല. കാരണം ഇനി ഒരു സർക്കാർ വർക്ക് ചെയ്തു തുടങ്ങിയാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിശ്ചയമായിട്ടും വിമർശനങ്ങളുടെയും ഈ പറയുന്ന സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും ഒക്കെയാണ്. ഈ ദിവസം പക്ഷേ അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള വൈബിൻ്റെതാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ ഈ ഭരണം എന്ന് പറയുന്നത്, ഒരു സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഒരു പുലിപ്പുറത്തുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മുടേതുപോലെ കേരള സമൂഹത്തിൻ്റേതുപോലുള്ള ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ജനത, വളരെ വലിയ പ്രത്യാശകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു ജനതയുടെ സർക്കാർ എന്ന നിലക്കുള്ള ഒരു മുന്നോട്ട് പോക്കെന്ന് വെച്ചാൽ പുലിപ്പുറത്തുള്ള യാത്രയാണ്. കാരണം അവരുടെ ഒരു പ്രത്യാശയെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുലി ഇങ്ങനെ ഓടുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും നിർത്തിയിട്ട് തിരിഞ്ഞ് നമ്മളെ കടിക്കും എന്നത് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. പുലിപ്പുറത്തുള്ളൊരു യാത്രയാണ്. അല്ലാതെ അത് സുഗമമായിട്ടൊരു വളരെ വെള്ളക്കുതിരപ്പുറത്ത് ഇങ്ങനെ വളരെ നമ്മൾ മേഘങ്ങൾക്കിടയിലൂടെ ഓടുന്നൊരു യാത്രയല്ല യഥാർത്ഥത്തിൽ ഈ നമ്മുടേതുപോലുള്ള വളരെ എംബീഷ്യസ് ആയിട്ടുള്ളൊരു ജനതയുടെ, പ്രത്യേകിച്ച് നല്ല മിഡിൽ ക്ലാസിൻ്റെ സൗകര്യങ്ങളുള്ള ഒരു ജനതയുടെ മുന്നോട്ട് പോക്ക്, അതിനെ ഭരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. എന്ന് മാത്രമല്ല VD സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതിജയിക്കേണ്ടുന്നതായുള്ള സംഗതി 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണമാണ്. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം ഗംഭീരമായിട്ടുള്ള ഭരണമായിരുന്നു എന്ന കാര്യം തെളിഞ്ഞു വരുന്നൊരു കാലവും കൂടിയായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലം. അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ പോസിറ്റീവ് വൈബാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് വരും ദിവസങ്ങളിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ പിന്നീടാണ് പരിശോധിക്കുക. ശരി, രണ്ടുപേർക്കും നന്ദി നമ്മളോട് ഈ ഘട്ടത്തിൽ ചേർന്നതിന്. എന്തായാലും RDX അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 6 പതിറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന സമ്പൂർണ്ണ മന്ത്രിസഭ ഒരുമിച്ച് അധികാരം ഏൽക്കുന്നത്. 1/4 നൂറ്റാണ്ട് കാലത്തെ സാമാജിക പരിചയവും വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമായാണ് VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സുപ്രധാനമായ വകുപ്പുകളായ ധനകാര്യവും നിയമവും കൈകാര്യം ചെയ്യുന്നതും മുഖ്യമന്ത്രി ആയതിനാൽ VD സതീശന് മുന്നിലുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണെന്നത് തീർച്ച. പ്രകടന പത്രികയിൽ അടക്കം വാഗ്ദാനം ചെയ്തിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ സാമ്പത്തിക സമാഹരണവും നിയമനിർമ്മാണവും നടത്തുക എന്നത് സതീശന് മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ്. കടബാധ്യതയുള്ള സംസ്ഥാനത്തെ സാമ്പത്തികമായി കരകയറ്റുക എന്ന ദൗത്യവും ധനമന്ത്രി എന്ന നിലയിൽ VD സതീശനെ ഏറ്റെടുക്കേണ്ടി വരും. പ്രായമായവരെ കരുതലോടെ ചേർത്ത് നിർത്തുന്ന സമീപനത്തിന് വയോജന വകുപ്പ് ആരംഭിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പ്രഖ്യാപനം സ്ത്രീകൾക്ക് കുറച്ചുകൂടി കരുത്ത് നൽകുന്ന ഒരു തീരുമാനമാണ് എന്നതിലും തർക്കമില്ല. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം, തൊഴിൽ മേഖലയിലെ പങ്കാളിത്തം, വിദ്യാഭ്യാസം എന്നിവ വർദ്ധിക്കാൻ ഉപകരിക്കും. പക്ഷേ ഇതിലൂടെ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക ബാധ്യത എങ്ങനെ വഹിക്കുമെന്ന കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുന്നിലുള്ളത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ 5 വർഷമാകുമെന്നത് ഉറപ്പാണ്. വെല്ലുവിളികളെ എത്രത്തോളം ഫലപ്രദമായി നേരിടാനാകും എന്നതനുസരിച്ചാകും ഈ സർക്കാരിൻ്റെ ഭാവിയിൽ വിലയിരുത്തുക എന്നതും തീർച്ച. സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരായി മാറാൻ ഈ സർക്കാരിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.